രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ ഒരുങ്ങുന്നു. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകും. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും എൻ ഷംസീർ പറഞ്ഞു. ആദ്യ പ്രതികരണത്തിലേക്ക്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് MLA മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫെക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫെക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. വിവരങ്ങൾ നൽകാൻ ശ്രീനന്ദ ചേർന്നു. ശ്രീനന്ദ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒടുവിൽ കടുത്ത നടപടിക്ക് നിയമസഭ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ എൻ ഷംസീർ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനന്ദ? അമൽ, നിരന്തരമായി വരുന്ന പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും പരാതികളല്ല, മാസങ്ങളായി അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ നടപടി ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പ്രിവിലേജ് കമ്മിറ്റിയോട് അതിൻ്റെ വിശദമായി പഠിച്ച ശേഷം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കുമെന്നാണ് സ്പീക്കറായ എൻ ഷംസീർ പറഞ്ഞത്. പ്രിവിലേജ് ആൻഡ് എക്സൈസ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഈ ഒരു എന്താണ് ഈ പ്രശ്നമെന്ന് പഠിച്ച ശേഷം അതിന് കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ഈ നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ നിയമോപദേശം എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ ആ നിയമോപദേശം തേടിയ ശേഷം അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ മാങ്കൂട്ടത്തിനെതിരെ നിരവധി തവണ നിരവധി യുവതികൾ, അതിജീവിതകൾ നിരവധി പരാതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നിരവധി MLA മാർക്കും ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി സ്പീക്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഇവർക്ക് ഈ ഒരു പരാതി തന്ന അതിജീവിതകൾക്കെല്ലാം നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് ഇദ്ദേഹത്തെ വീണ്ടും ഈ സഭയിൽ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് മോശമായൊരു സന്ദേശമാണ് എത്തിക്കുന്നത് എന്നുകൂടി സ്പീക്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വ്യക്തിയെ ഈ സഭയിൽ അനുവദനീയമല്ല, അങ്ങനെ ഒരാൾ ഈ സഭയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായും വ്യക്തമായും പറയുന്നൊരു നിലപാടാണ് സ്പീക്കർ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമോപദേശം അല്ലെങ്കിൽ നിയമ നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദമായ പഠനം നടത്തിയ ശേഷം ഇദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും എന്നുകൂടി സ്പീക്കർ പറയുന്നുണ്ട്. അമൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ എൻ ഷംസീർ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീനന്ദയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.